തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലാണ് വടക്കുംനാഥന്റെ തട്ടകം. നീതലക്കാവ് ക്ഷേത്രത്തിൽ നിന്നും വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് ആരംഭിച്ചു. വഴിയിലുടനീളം വീടുകൾക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയാണ് നീതലക്കാവിലമ്മയ്ക്ക് ഭക്തർ സ്വീകരണം ഒരുക്കുന്നത്. നീതലക്കാവിലമ്മ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തള്ളി തുറക്കുന്നതോടെ പൂരത്തിന് വിളംബരമാകും. ഗജരാജൻ എറണാകുളം ശിവകുമാറാണ് നീതലക്കാവിലമ്മയുടെ തിടമ്പേറ്റുന്നത്. സാനു കെ സജീവ് ചേരുന്ന വിവരങ്ങളുമായി. സാനു, പൂരാവേശം തുടങ്ങുകയാണ്. നമുക്കറിയാം, പൂര വിളംബരം ആണ് ആദ്യ ചടങ്ങ്. അത് തുടങ്ങുന്നതോടെയാണ് പിന്നെ പൂരനഗരിയായി മാറുന്നത് തൃശ്ശൂർ വടക്കുംനാഥൻ്റെ തട്ടകം. ഇപ്പോൾ ഈ നീതലക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത് എവിടെ വരെ ആയി, എങ്ങനെ പുരോഗമിക്കുന്നു, എത്രത്തോളം ഭക്തി നിർഭരമായി ആഘോഷ നിർഭരമായി മുന്നേറുന്നു? തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലൂടെ നെയ്തലക്കാവിലമ്മ വടക്കുംനാഥന്റെ തട്ടകത്തിലേക്ക് എത്തുകയാണ്. തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്താനായിട്ട് ശിവപുരിയിലേക്ക് വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എത്തുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിലേക്ക് നെയ്തലക്കാവിലമ്മ എത്തുകയാണ്. അതായത് പൂര വിളംബരം നടത്താൻ, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന് തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്താൻ വേണ്ടി നെയ്തലക്കാവിലമ്മ വടക്കുംനാഥനിലേക്ക് എത്തുന്നു. അതായത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് നെയ്തലക്കാവിലമ്മ എത്തും. അതായത് ഈ നെയ്തലക്കാവിലമ്മയെ സ്വീകരിക്കാൻ വേണ്ടി റോഡിന് ഇരുവശവും ആയിരക്കണക്കിന് ജനങ്ങളാണ് കാത്തിരിക്കുന്നത്. ആ ഒരു കാഴ്ചകളിലേക്കാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ആ കാഴ്ചകൾ തന്നെയാണ്. ഹലോ 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 നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വളരെ വേഗം പോകുന്നതാണ്. കാരണം 11 മണിയോടുകൂടി വിളംബരം നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ചടങ്ങുകൾ അവിടെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്നാണ് പോകുന്നത്. പക്ഷെ നമുക്കറിയാം, വഴിനീളെ നീതലക്കാവിലമ്മയെ സ്വീകരിക്കാനായി ജനങ്ങൾ കാത്തു നിൽക്കുന്നുമുണ്ട്, നിറപറയൊക്കെയായി. അപ്പോൾ ആ ഒരു വിശേഷം ഇത്ര വളരെ പെട്ടെന്ന്, സാധാരണഗതിയിൽ ഇതിങ്ങനെ തന്നെയാണോ ഉണ്ടാവുക? തൃശ്ശൂർ ഒന്നാകെ പൂരാവേശത്തിലാണ്. 11 മണിയോടുകൂടിയാണ് പൂര വിളംബരം നടക്കേണ്ടത്. വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് നീതലക്കാവിലമ്മ എത്തുന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. സാനു ചേരുന്നുണ്ട് ഈ എഴുന്നള്ളത്തിനൊപ്പം. സാനുവും ഭക്തർ വഴിനീളെ സ്വീകരണം ഒരുക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും വളരെ പെട്ടെന്നാണ് നീതലക്കാവിലമ്മയുടെ എഴുന്നള്ളത്ത് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. തെക്കേ ഗോപുരനട തള്ളി തുറക്കുക എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങ്. കാരണം പൂര വിളംബരമാവുകയാണ്. പൂരപ്രേമികൾ ഒന്നാകെ വലിയ ആവേശത്തിലേക്ക് പോകുന്ന ഒരു സമയമാണത്. തുടർന്ന് അങ്ങോട്ട് പിന്നെ പൂരം മാത്രം. സാനു, വിവരങ്ങൾ. തീർച്ചയായിട്ടും നെയ്തലക്കാവിലമ്മ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ പ്രദർശന വഴിയിലൂടെ നടന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നടന്നു നീങ്ങിയാണ്. അതായത് തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലൂടെ സ്വരാജ് റൗണ്ടിലെത്തി പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെയാണ് വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് മണികണ്ഠനാലിന്റെ സമീപത്ത് വെച്ച് കക്കാട് രാജന്മാരുടെ നേതൃത്വത്തിൽ വലിയൊരു മേളം ഒരുക്കിയിട്ടുണ്ട്. തുടർന്ന് ശ്രീമൂലസ്ഥാനത്ത് ഈ മേളം കൊട്ടിക്കലാശിച്ചതിന് ശേഷമായിരിക്കും വടക്കുംനാഥന്റെ മുന്നിലേക്ക് നെയ്തലക്കാവിലമ്മ എത്തുക. അവിടെ നിന്ന് പൂരത്തിനുള്ള അനുമതി
വാങ്ങിയതിന് ശേഷമായിരിക്കും തെക്കേ ഗോപുര നടയിൽ കുഴൽ പറ്റും കൊമ്പ് പറ്റും നടത്തിയ ശേഷമാണ് ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആ കാണാൻ ഈ പൂരപ്രേമികളെല്ലാം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കടക്കുന്നത്. തെക്കേ ഗോപുര നട തുറക്കുന്ന ചടങ്ങിലേക്ക് നെയ്തലക്കാവിലമ്മ നീങ്ങുന്നത്. അതായത് തെക്കേ ഗോപുരം തുറന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി, അതായത് വടക്കുന്നാഥന്റെ ശ്രീമൂലസ്ഥാനത്തെത്തി വടക്കുന്നാഥന് അഭിമുഖമായിട്ട് നിന്നതിന് ശേഷം അടിയന്തരമാരാർ 3 വട്ടം ശംഖ് വിളിക്കുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു പൂര വിളംബരം പൂർത്തിയാകുന്നത്. അതിനുശേഷം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു താളമേള വർണ്ണക്കൊഴുപ്പിന്റെ തൃശ്ശൂർ പൂരത്തിന് തുടക്കമാകും. എന്തായാലും ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, ഈ സാമ്പിൾ വെടിക്കെട്ടിൽ തന്നെ വലിയൊരു ആവേശം കണ്ടതാണ്. ആ ഒരു ആവേശം തന്നെയാണ് നെയ്തലക്കാവിലമ്മ ഈ പൂര വിളംബരത്തിനായിട്ട് എത്തുന്ന കാഴ്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആൾക്കാർ ഈ നെയ്തലക്കാവിലമ്മയ്ക്കൊപ്പം ഈ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക്, ശിവപുരിയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് സാമ്പിൾ വെടിക്കെട്ടിലുണ്ടായ അതേ ആവേശം അതിൽ കൂടിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു ആവേശത്തിലാണ് തൃശ്ശൂർ നഗരം, തൃശ്ശൂരിലെ ജനത, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളും അതേപോലെ തന്നെ പൂരപ്രേമികൾ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള പൂരപ്രേമികളും വിദേശികളും അടക്കം ഈ ഒരു വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നായ്ക്കനാലിലെത്തും. അവിടെ നിന്നാണ് ഈ ശിവപുരിയിലേക്ക്, ഈ വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് നെയ്തലക്കാവിലമ്മ പ്രവേശിക്കുന്നത്. തുടർന്ന് അനുമതി വാങ്ങിയതിന് ശേഷം, വടക്കുന്നാഥിൽ നിന്ന് അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഈ തെക്കേ ഗോപുരം നട തുറക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ പൂരത്തിന്റെ ഏറ്റവും വലിയൊരു ചടങ്ങിലേക്ക് കടക്കുക. വീണ. സാനു, മറ്റൊരു കാര്യം, ഇന്നിപ്പോൾ ഈ എഴുന്നള്ളിപ്പിനൊപ്പം നമുക്ക് കാണാം വലിയൊരു ജനസഞ്ചയം തന്നെയുണ്ട്. നെയ്തലക്കാവിലമ്മയെ അനുഗമിക്കുന്നുണ്ട്. വഴിനീളെ കാത്തു നിൽക്കുന്നവർ ഈ എഴുന്നള്ളത്തിനൊപ്പം ചേരുന്നുണ്ട്. അതേസമയം നമുക്കറിയാം പൂരനഗരിയിൽ കാത്തു നിൽക്കുന്നുണ്ട് വലിയൊരു ജനക്കൂട്ടം. ഒരുപക്ഷെ നാളെ കാണേണ്ട പൂരാവേശം ഇന്നു മുതലേ തന്നെ അവിടെ കാണുന്നുണ്ടോ സാനു? തീർച്ചയായിട്ടും നാളെ കാണുന്ന പൂരത്തിന്റെ വെടിക്കെട്ടിന് മുന്നേ ഈ ജനങ്ങളുടെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്ന് ഈ പൂരനഗരി, അതായത് ഈ തെക്കേ ഗോപുരം നട തുറക്കുന്ന പൂര വിളംബരത്തിലേക്കുള്ള യാത്രയിൽ തന്നെയുള്ളത്. അതായത് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും, അതായത് നെയ്തലക്കാവ് ഭഗവതിയുടെ നടയിൽ നിന്ന് തുടങ്ങിയ ആ ഒരു യാത്ര തുടങ്ങിയ ആ ഒരു ജനസഞ്ചയം അത് നടന്നു നീങ്ങി ഓരോ വഴികളിൽ നിന്നും, ഓരോ ഭാഗങ്ങളിൽ നിന്നും ആ യാത്രയ്ക്കൊപ്പം നൂറുകണക്കിന് ആളുകളാണ് പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പുഴയായി തുടങ്ങി അത് വലിയൊരു സമുദ്രമായി മാറുന്ന കാഴ്ചയാണ്. വലിയൊരു ജനസമുദ്രം തന്നെ ഈ നെയ്തലക്കാവിലമ്മയ്ക്കൊപ്പം വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് നടന്നു നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് തെക്കേ ഗോപുരം നട തുറക്കുന്ന കാഴ്ച കാണാൻ, ആ ഒരു ചടങ്ങിന് വേണ്ടി ആ ഒരു മനോഹര കാഴ്ച കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നു. തെക്കേ ഗോപുരം നടക്ക് സമീപം തടിച്ചുകൂടി നിൽക്കുന്നു. അതേപോലെ തന്നെ നെയ്തലക്കാവിലമ്മയ്ക്കൊപ്പം വലിയൊരു സഞ്ചയം വടക്കുന്നാഥന്റെ മണ്ണിലേക്ക്, അതായത് ശിവപുരിയിലേക്ക്, വടക്കുന്നാഥന്റെ മണ്ണിലേക്ക്, നായ്ക്കനാലിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ ഒരു ജനങ്ങളുടെ ഒരു പൂരമായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾ ഹൃദയത്തോടെ ഏറ്റെടുത്ത പൂരമായി മാറുന്നു. അതായത് ജനങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ, അതായത് തൃശ്ശൂരുകാരുടെ മാത്രം പൂരമല്ല, തൃശ്ശൂരുകാർ മാത്രമല്ല ഈ ഒരു തെക്കേ ഗോപുരം നട തുറക്കുന്ന ചടങ്ങിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ ഒരു നെയ്തലക്കാവിലമ്മയ്ക്കൊപ്പം ഘോഷയാത്രയായി എത്തുന്നു. അതേപോലെ തന്നെ ഈ നടന്നു നീങ്ങിയ വഴികളിലെല്ലാം നെയ്തലക്കാവിലമ്മയ്ക്ക് മുന്നിൽ നിലവിളക്ക് കൊടുത്തിയും പുഷ്പവൃഷ്ടി നടത്തിയുമാണ് ആളുകൾ ഈ യാത്രയെ സ്വീകരിച്ചത്. അതേപോലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ യാത്രയിലേക്ക് ആളുകൾ പങ്കുചേർന്നിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഈ ഒരു ഘോഷയാത്രയ്ക്കൊപ്പം നടന്നു നീങ്ങുന്നത്. വീണ. യെസ്, ശരി സാനുവിൻ്റെ വാക്കുകളിലും വലിയ ആവേശവും തിടുക്കവുമാണ്. ഇത്രയും പെട്ടെന്ന് നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പ് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്.